പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫമാ ഹഖീഖത്തു ഈമാനിക്, നീ മുഅ്മിനാണെന്ന് പറഞ്ഞല്ലോ, എന്താണ് നിന്റെ മുഅ്മിനിന്റെ നിന്റെ ഈമാനിന്റെ യാഥാർത്ഥ്യം എന്താണ്? നീ മുഅ്മിനായി ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ മുഅ്മിനാണ് എന്നതിന്റെ തെളിവ്, അതിന്റെ യാഥാർത്ഥ്യം, ദുനിയാവിനെ കുറിച്ച് ഞാൻ ഒരുപാട് ചിന്തിച്ചു, അതിന്റെ നൈമിഷികതകൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഇവിടെയുള്ളത് നിസ്സാരമായ ജീവിതമാണെന്ന് എനിക്ക് മനസ്സിലായി. ഫഅസ്ഹർതു ലൈലി, ഞാൻ ഉറക്കമൊഴിച്ച് രാത്രികളിൽ നിസ്കരിക്കാൻ തുടങ്ങി. പകൽ സമയത്ത് ഞാൻ ദാഹം കൊണ്ട് വലഞ്ഞ് ഞാൻ നോമ്പനുഷ്ഠിച്ചു, ദാഹിച്ചു ഞാൻ നോമ്പനുഷ്ഠിച്ചു. തന്നെയുമല്ല, എന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്ന വിചാരങ്ങൾ എന്തെല്ലാമാണ്? വകഅന്നീ അൻദുറു ഇലാ അർശി റബ്ബി ബാരിസാ, പരിശുദ്ധമായ അർശ് എന്റെ മുമ്പിൽ ഇങ്ങനെ വെളിവായി. അങ്ങനെ വെളിവായപ്പോൾ ഞാൻ ഇങ്ങനെ സ്വർഗത്തിലുള്ളവരെ കണ്ടു. ഈ മനുഷ്യൻ പറയാണ്, ഞാൻ സ്വർഗവാസികളെ കണ്ടു. യതസാവറൂന ഫീഹാ, അവരാ സ്വർഗത്തിൽ പരസ്പരം സന്ദർശിക്കുകയാണ്. ഞാൻ നരകവാസികളെ കണ്ടു. ആ നരകവാസികൾ ആ നരകത്തിൽ കിടന്ന് പരസ്പരം പ്രയാസപ്പെടുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഹാരിസേ, നിന്റെ ഈമാൻ പൂർണ്ണമാണ്, അതുകൊണ്ട് നീ ദൃഢവിശ്വാസമുള്ളവനായി മാറുക. മുഅ്മിനേ, ഇതുപോലെ നമുക്കും സാധ്യമാകുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കണം. ഐഹിക ലോകത്തെ ഈ ജീവിതത്തിനിടയിൽ സ്വർഗത്തിലേക്ക് കടന്നുപോയ നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാരെ കുറിച്ച്, സ്വർഗത്തിൽ പട്ടുടയാടകളെടുത്ത് സ്വർഗത്തിൽ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് ആനന്ദത്തോടെ കഴിയുന്ന ആ മഹാരഥന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അവരെങ്ങനെയാണ് ആ സ്വർഗം നേടിയെടുത്തത്? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഒരു കുടുംബം പൂർണ്ണമായും വിശ്വസിച്ചു. അടിമകളുടെ കുടുംബമായിരുന്നു അത്. കുടുംബനാഥൻ ഒരുപാട് പ്രായമേറിയ ആളായിരുന്നു. യാസിർ റളിയല്ലാഹു അൻഹു എന്നായിരുന്നു ആ മഹാനുഭാവന്റെ പേര്. ബഹുമാനപ്പെട്ട യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു സുമയ്യ ബീവി. സുമയ്യ ബീവിയുടെയും യാസിറിന്റെയും മകനായിരുന്നു അമ്മാർ ഇബ്നു യാസിർ എന്ന പ്രഗൽഭനായ സ്വഹാബി വര്യൻ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഈമാനിന്റെ വിശ്വാസത്തിന്റെ ദൃഢത കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിൽ അവർ വിശ്വസിച്ചപ്പോൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ ക്രൂരമായി അവർ മർദ്ദിക്കപ്പെട്ടു. താടനങ്ങൾക്കും പീഡനങ്ങൾക്കും അവർ വിധേയമാക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചതിന്റെ പേരിൽ യാസിർ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ട് വളരെ ക്രൂരമായി മക്കയിലെ മരുഭൂമിയിൽ വെച്ച് മർദ്ദിച്ച് അവശയാക്കുകയാണ്. അവശത കൊണ്ട് യാസിർ റളിയല്ലാഹു അൻഹു വെള്ളം ചോദിക്കുമ്പോൾ അവർ വെള്ളം കൊടുക്കുന്നില്ല. കല്ലുകൾ കൊണ്ടും ചാട്ടവാറുകൾ കൊണ്ടും ക്രൂരമായി മർദ്ദിച്ച് ബഹുമാനപ്പെട്ട യാസിർ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുകയാണ്. അടുത്തത് സുമയ്യ ബീവിയുടെ ഊഴമായിരുന്നു. നിങ്ങളെപ്പോലെ ശരീരമുള്ള, നിങ്ങളെപ്പോലെ രക്തമുള്ള, മജ്ജയുള്ള, മാംസമുള്ള സുമയ്യ ബീവിയെ ശരീരത്തിൽ ഒരു നൂലിന്റെ ഇഴ പോലുമില്ലാതെ ഖുറൈശികളായ കിങ്കരന്മാർ മക്കയിലെ മരുഭൂമിയിൽ മലർത്തി കിടത്തുകയാണ്. ശരീരത്തിൽ നിന്ന് ഓരോ വസ്ത്രങ്ങളും ഊരിയെറിയുകയാണ്. ശരീരത്തിൽ ഒരു നൂലിന്റെ ഇഴ പോലുമില്ലാതെ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ആ ചൂട് സുമയ്യ റളിയല്ലാഹു അൻഹാ വെന്തുരുകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് പിന്മാറാൻ നിരന്തരമായി ആവശ്യപ്പെടുകയാണ് അബൂജഹലും കൂട്ടരും. പക്ഷേ സമ്മതിക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഒഴിവാക്കാൻ തയ്യാറാകുന്നില്ല. ഈമാനിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. അവസാനം മരുഭൂമിയിൽ നല്ല ചൂടുള്ള തീയിൽ ചുട്ടുപഴുപ്പിച്ച ഒരു ദണ്ട് കൊണ്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യസ്ഥാനത്തെ
സ്ഥാനത്തേക്ക് ആഴ്ത്തിയിറക്കി ചുടുരക്തം ചീറ്റിത്തെറിച്ച് മരുഭൂമിയിൽ ആ രക്തത്തിന്റെയും കരിഞ്ഞ മാംസത്തിന്റെയും ഗന്ധം പരത്തി ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറഞ്ഞു പോയി. യാസിറിന്റേതായിരുന്നു അടുത്ത ഊഴം. ആ തീയുടെ കനലുകൾ യാസിറിന്റെ ശരീരത്തിലേക്ക് വാരിയെറിയുമ്പോൾ സഹിക്കാൻ കഴിയാതെ അബോധാവസ്ഥയിൽ യാസിർ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഒരു തവണ അല്ലാഹുവിനെ ഒരല്പസമയം ഒന്ന് മറന്നുപോയി. ബോധത്തോടെയല്ല, ഒരു അർദ്ധബോധാവസ്ഥയിൽ അമ്മാറിനെ അവർ വെറുതെ വിട്ടു. അമ്മാർ പിന്നീട് നബിയോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെ ഗൗരവത്തോടെ ഈ കാര്യം പറഞ്ഞപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സന്ദർഭം അറിയുകയാണ്, കേൾക്കുകയാണ്, കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്ന ആ കുടുംബത്തിന്റെ ശബ്ദം കേൾക്കുന്നു. നബിക്ക് സഹായിക്കാൻ കഴിയില്ല, അടുക്കലേക്ക് പോയിട്ട് പിടിച്ചു മാറ്റാൻ കഴിയില്ല. ദാറുൽ അർഖമിൽ മുഹമ്മദുർ റസൂൽ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഈ കുടുംബത്തിന്റെ ആ ആർത്തലച്ചുള്ള ആ ശബ്ദം കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറയുന്നത്, യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക. മൗഇദുകുമുൽ ജന്ന, നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗം മാത്രമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. ഇതാണ് മുഅ്മിനെ സ്വർഗം. ഇവരെയാണ് നമ്മൾ മനസ്സുകൊണ്ട് കാണേണ്ടത്. ഇങ്ങനെ ഷഹീദായ, ഇങ്ങനെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചു മരിച്ചു പോയ ഇവരൊക്കെ ഇങ്ങനെ സ്വർഗത്തിൽ ആനന്ദത്തോടെ ജീവിക്കുന്നത് ഈമാനുള്ള ദീനുള്ള എനിക്കും നിങ്ങൾക്കും വലിയ ആവേശം പകരേണ്ട കാര്യമാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഹുദൈഫ, എങ്ങനെയാണ് നിന്റെ ഈമാൻ? അവിടുന്ന് പറയുകയാണ്, വകഅന്നി അൻദുറു ഇലൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുന്നത് പോലെയാണ്. ആ സ്വർഗക്കാരൊക്കെ ഇങ്ങനെ ആനന്ദിക്കുന്നു, ഞാൻ ആ സ്വർഗത്തിലേക്ക് നോക്കുന്നു, ഞാൻ നരകത്തിലേക്കും നോക്കുന്നു. ആ നരകത്തിൽ അല്ലാഹു ശിക്ഷിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യുന്നു. ഈ ഒരു മനസ്സുണ്ടായാലാണ് അമലുകൾ സജീവമാകുക. അല്ലാതെ വെറുതെ ഒരു തേട്ടം, വെറുതെ ഒരു ചോദ്യം, യാന്ത്രികമായിട്ടുള്ള ആരാധനകളും ചിന്തകളും അതുപോലെ സ്വർഗത്തെ കുറിച്ചുള്ള ധാരണകൾ, അതിനെക്കുറിച്ചുള്ള വിശ്വാസം, ദൃഢത നമ്മുടെ ഖൽബിലുണ്ടായേ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എവിടെയും അതായിരിക്കണം ലക്ഷ്യം. അതല്ലാത്തവരാഗ്രഹത്തിന് യാതൊരു പ്രസക്തിയുമില്ല. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. അല്ലാഹു നമ്മോട് പറയുകയാണ്, വസാരിഊ, നിങ്ങൾ ധൃതി കാണിക്കൂ. എന്തിലേക്കാ നിങ്ങൾ ധൃതി കാണിക്കേണ്ടത്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. വജന്ന, സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ധൃതി കാണിക്കുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിലെ ഒരു സ്വാഭാവികതയാണ്. പല രീതിയിലുള്ള ധൃതി കാണിക്കൽ. അറബി ഭാഷയിൽ
എന്നും ധൃതി കാണിക്കുന്നതിന് പറയും. അതുപോലെ അജലത്ത് എന്നും ധൃതി കാണിക്കുന്നതിന് പറയും. അജല, നമ്മൾ മക്കത്തൊക്കെ പോയിട്ട് നമ്മൾ ഹറമിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അവിടെ തിരക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും മേപ്പോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ അറബികൾ പറയും വേഗം പോ, വേഗം പോ, ധൃതി ധൃതി കാണിക്കുന്നത് ആവശ്യമുള്ള ഒരു സംഗതിയിലേക്കാണെങ്കിൽ അതിനാണ് എന്ന് പറയുന്നത്. ആവശ്യമുള്ള ഒരു കാര്യത്തിലേക്ക് ധൃതി കാണിക്കുക. എന്നാൽ അജല എന്ന് പറഞ്ഞാലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ധൃതി കാണിക്കുന്നതിനെ പറയുന്നത്. അങ്ങനെ ധൃതി കാണിക്കേണ്ട ഒരു ആവശ്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യവും സാവധാനത്തിൽ ചെയ്യണം എന്നുള്ളതാണ് നബിയുനാ റസൂലുള്ളാഹി അൽ അജലത്തു മിനശ് ശൈത്താൻ. ധൃതി കാണിക്കുക എന്നുള്ളത് പിശാചിൽ നിന്നുണ്ടാവുന്ന ഒരു കാര്യമാണ്. ആകാശഭൂമികളെ അല്ലാഹു തആല ഫീ സിത്തത്തി അയ്യാം 6 ദിവസങ്ങളിലായി പടച്ചു എന്നാണ് ഖുർആനിൽ. മഹാന്മാര് പറയുന്നുണ്ട് എന്തേ അല്ലാഹു തആല 6 ദിവസം കൊണ്ട് പടച്ചോൻ എന്താ ഒരു നിമിഷം പോരായിരുന്നോ? അല്ലാഹുക്ക് ഒരു അല്പസമയം പോരായിരുന്നോ? ആ അല്പസമയം കൊണ്ട് സർവശക്തനായ അല്ലാഹുവിന് അത് സാധ്യമാകുമായിരുന്നല്ലോ. അത് സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ധൃതിയില്ലായ്മ പരിശീലിപ്പിക്കുവാനാണ് അല്ലാഹു തആല ഇങ്ങനെ പടച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെയാണ് ഏത് സാഹചര്യത്തിലും നമ്മൾ അത് കാണണം. എന്ത് വിഷയമാണ്, നിസ്കരിക്കുകയാണ്, ധൃതിയിൽ നിസ്കരിക്കാൻ പാടില്ല. ഇബാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ധൃതിയിൽ അത് ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിക്കാണ്, ധൃതിയിൽ കഴിക്കാൻ പാടില്ല. ഏത് കാര്യവും ധൃതിയിൽ ചെയ്യാൻ പാടില്ല. ഒരു റോസാപ്പൂ വിടരുന്നത് പോലെ. ഒരു ഉദാഹരണമാണ്. നമ്മുടെ വീടിന്റെ മുമ്പിൽ നമ്മളുടെ പനിനീർ പുഷ്പത്തിൽ, പനിനീരിൽ, ആ പനിനീരിന്റെ മരത്തിൽ, ചെടിയിൽ ആദ്യം ഒരു ചെറിയ മൊട്ടുണ്ടായി. പിറ്റേ ദിവസം അതൊന്നുകൂടെ വികസിച്ച്, അടുത്ത ദിവസം അതൊന്നുകൂടെ ഇങ്ങനെ വികസിച്ച്, അടുത്ത ദിവസം അതിന്റെ പൂർണ്ണ ശോഭ നമ്മുടെ മുമ്പിൽ സമ്മാനിച്ച് പരിമളം തൂകി അതിന്റെ ആ പരിപൂർണതയിലേക്ക് എത്തുന്ന ആ ടൈമിംഗ് ഉണ്ടല്ലോ, ഇതായിരിക്കണം വിശ്വാസിയുടെ ഓരോ കാര്യത്തിലുമുള്ള കാൽവെപ്പ് എന്നുള്ളതാണ്. സാവധാനം. ഈ സാവധാനത്തിലൂടെയുള്ള അമലുകൾ കൊണ്ട് നിങ്ങൾ ധൃതി കാണിക്കൂ. അതാണ് എന്ന് കാണാൻ. സാവധാനം ചെയ്യുന്നതിൽ സുരക്ഷിതത്വമുണ്ട്. ധൃതി കാണിക്കുകയാണെങ്കിൽ അതിൽ ഖേദമുണ്ട്. വാഹനം ഓടിക്കുകയാണ്, അവിടെയാണത് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അത്ര വേഗത്തിൽ ഓടിക്കുന്നത് വേഗം സ്വർഗത്തിലെത്താനാന്നൊന്നും ആരും പറയില്ലല്ലോ. വേഗം നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തെത്താന്നേ പറയുള്ളൂ. പക്ഷെ വളരെ ധൃതിയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ, നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾ, അതിൽ ഖേദം മാത്രമാണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് മഹാന്മാരുടെ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ശ്രദ്ധിക്കണത് മുഅ്മിനീങ്ങളത് വളരെ ശ്രദ്ധിക്കണം. ഒരു മുഅ്മിൻ ഇങ്ങനെ ധൃതിയിൽ വാഹനം ഓടിച്ചു പോകുന്നവനാവാൻ പാടില്ല. ധൃതി കുറക്കണം. എന്നാൽ നമ്മൾ ധൃതി കാണിക്കേണ്ടത്, വേഗത കാണിക്കേണ്ടത് വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്ന ആ അവസ്ഥയിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. അത് നാളെ ആവട്ടെ, അത് മറ്റന്നാളാവട്ടെ, അത് കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ, അല്ലെങ്കിൽ റമദാനിന് 27-ാം രാവ് വരുന്നുണ്ടല്ലോ, എല്ലാ ഉസ്താദുമാരും ദുആ ചെയ്യുമല്ലോ, അന്ന് തൽക്കാലം അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങാം. അങ്ങനെ നമ്മുടെ സമയം നമ്മൾ നീട്ടിവെക്കാൻ പാടില്ല എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. ഒരു ഹദീസുണ്ട്, മനുഷ്യ, നീ നിന്റെ ദുനിയാവിന് വേണ്ടി നീ പ്രവർത്തിക്കണം. നീ എന്നെന്നും ദുനിയാവിൽ ജീവിക്കുന്നത് പോലെ. രണ്ടർത്ഥം നമുക്ക് ഇതിന് കാണാൻ കഴിയും. ഒന്ന്, നിങ്ങളൊരു വീട് വെക്കുകയാണ്. ഞാൻ നാളെ മരിക്കാനുള്ള ആളാണല്ലോ, എന്തിനാണ് ഇത്ര ഉറപ്പുള്ള വീട്, എന്തിനാണ് ടെറസിന്റെ വീട്, എന്തിനാണ് ഇത്ര വിശാലത എന്ന് നീ ചിന്തിക്കാൻ പാടില്ല. നീ എന്നെന്നും ജീവിക്കുന്നത് പോലെ നീ ദുനിയാവിൽ ജീവിക്കണം. ആലോചിച്ച് നോക്കൂ. എന്നാൽ ഇത് മാത്രമല്ല അതിന്റെ അർത്ഥം.
നീ നിന്റെ ഐഹിക ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കണം. നീ എന്നെന്നും ദുനിയാവിൽ ജീവിക്കുന്നത് പോലെ, അഥവാ ഇന്ന് നിനക്കത് നഷ്ടപ്പെട്ടാലും നാളെ നിനക്കത് വീണ്ടെടുക്കാമല്ലോ, നാളെ നിനക്കത് ചെയ്യാമല്ലോ. നീ പ്രയാസപ്പെടേണ്ടതില്ല, നാളെയും നിനക്ക് സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്നാൽ വഅമൽ ലിആഖിറത്ത്, പരലോകത്തിന് വേണ്ടി നീ പ്രവർത്തിക്കുക. കഅന്നക തമൂതു ഗദാ, നീ നാളെ മരിക്കും എന്നുള്ളതുപോലെ. നിന്റെ മരണം ആസന്നമായിരിക്കുന്നു, നിന്റെ മരണം നാളെയാണ്. ഈ മരണം നാളെ നീ കാത്തു നിൽക്കുന്നത് പോലെ നീ പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എവിടേക്കാ പോകേണ്ടത്? മഗ്ഫിറത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കും. മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്ന. അല്ലാഹു തആല ആ സ്വർഗ്ഗത്തിന്റെ വിശാലതയെ കുറിച്ച് പറയുകയാണ്. സ്വർഗ്ഗത്തിന്റെ വിശാലത അർളുഹസ് സമാവാതു വൽ അർള്. ആ സ്വർഗ്ഗത്തിന്റെ വിശാലത ആകാശഭൂമികളുടെ വിശാലതയാകുന്നു. അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. കാരണം ആകാശവും ഭൂമിയും ആപേക്ഷികമായി ഈ പ്രപഞ്ചത്തിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് വിശാലത വളരെ കുറവാണ്. അല്ലാഹു തആല ഖുർആനിൽ അസ്സമാവാതു വൽ അർള് എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിലും പ്രപഞ്ചം എന്നുള്ളതാണ് അല്ലാഹു തആല ലക്ഷ്യീകരിച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്ന ഈ ആകാശലോകവും ഭൂമിയെയും കുറിച്ച് ഹദീസിൽ കാണാൻ കഴിയും. മസ്സമാവാതു വൽ അർളു ഇല്ലാ കഹൽഖത്തിൻ അൽഖാഹാ ഫീ ഫലാത്ത്. വിശാലമായ ഒരു മരുഭൂമിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു മോതിരത്തിന്റെ വലിപ്പമേ ആകാശത്തിനും ഭൂമിക്കുമുള്ളൂ എന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വിശാലമായ കോടാനക്കോടിക്കണക്കിന് ജനങ്ങൾക്ക് അല്ലാഹു ഒരുക്കിയ ഈ വിശാലത റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അത് വെറുതെ കിട്ടുകയില്ല. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അത് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടതാകുന്നു. ഇതാണ് സ്വർഗം. ആർക്കുള്ളതാണ് എന്നതിന്റെ മറുപടി. ആർക്കുള്ളതാണ്? ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കുള്ളതാണ്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ളതാണ്. മുഅ്മിനീങ്ങളെ, ഖുർആനിന്റെ വലിയ ഒരു ഭാഗം ആരാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ എന്നാണ് വിശദീകരിക്കുന്നത്. നമ്മളൊക്കെ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാണോ അല്ലേ എന്നത് പരിശുദ്ധ ഖുർആനിൽ തഖ്വയുള്ളവരെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു ഭാഗം നോക്കൂ നിങ്ങൾ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ രഹസ്യമായും സന്തോഷമുണ്ടാകുമ്പോഴും ദുഃഖമുണ്ടാകുമ്പോഴും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നവരാണ്. നഷ്ടപ്പെടുമല്ലോ എന്ന് ഭയമില്ലാത്തവരാണ്, കുറഞ്ഞു പോകുമല്ലോ എന്ന് പേടിയില്ലാത്തവരാണ്. കയ്യിൽ കുറച്ചേ ഉള്ളൂ, ഉള്ളതിൽ നിന്ന് കൊടുക്കും. കയ്യിൽ നന്നായുണ്ട്, അപ്പോൾ അതിൽ നിന്ന് കൊടുക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ, നമ്മൾ ഇതാ തബൂക്കിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ ശത്രുക്കൾ നമ്മെ വലയം ചെയ്തിരിക്കുന്നു. അവർക്കെതിരായി പോരാടാൻ നമുക്ക് സാധനങ്ങൾ വേണം, സാമഗ്രികൾ വേണം, ദീനാറുകൾ വേണം. നിങ്ങൾ സ്വതക്ക ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം ആവേശത്തോടെ സ്വതക്ക ചെയ്യുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നൂറുകണക്കിന് ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ ആവശ്യമായ ധാന്യങ്ങളും സാധനങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ സ്വതക്കയായിട്ട് നൽകി.
ദീനാറുകൾ റസൂലുള്ളാഹിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു കൊച്ചുകുട്ടി ദീനാറുകൾ കൊണ്ട് കളിക്കുന്നത് പോലെ തന്റെ മടിയിൽ നിന്നത് കയ്യിലെടുത്തുകൊണ്ട് ആനന്ദത്തിന്റെ അശ്രുക്കൾ പൊഴിച്ചു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാരിൽപ്പെട്ട ഒരാൾ തന്റെ വീട്ടിലുണ്ടായിരുന്ന സ്വത്തിന്റെ പകുതി കൊണ്ടുവന്നു കൊടുത്തു. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ അടുക്കലുണ്ടായിരുന്ന 8000 ദീനാറുകളിൽ നിന്ന് 4000 ദീനാറുകൾ കൊണ്ടുവന്നു കൊടുത്തു. നബി ചോദിച്ചു, സഅദേ നീ എന്താണ് കൊണ്ടുവന്നത്? ഞാൻ പകുതി കൊണ്ടുവന്നു നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ബാക്കി പകുതി എന്ത് ചെയ്തു? ഞാൻ അതെന്റെ കൂട്ടുകുടുംബങ്ങൾക്ക് ഞാൻ സൂക്ഷിച്ചു വെച്ചു. റസൂലുള്ളാഹി ദുആ ചെയ്തു, നീ തന്നതിലും നീ ചെലവഴിച്ചതിലും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ചരിത്രം പറയുന്നു ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് സ്വഹാബികൾക്കിടയിലെ സമ്പന്നരിൽ ഒരാളായിട്ട് മാറി. അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. സ്വഹാബികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആള് വളരെ ദരിദ്രനായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ഒരൽപ്പം കാരക്കയുമായി വരികയാണ്. യാ റസൂലല്ലാഹ്, ഇന്നലെ രാത്രി ഞാൻ ഉറക്കമൊഴിച്ച് എന്റെ അടുത്തുള്ള ഒരു വീടുടമസ്ഥന്റെ വീട്ടിന്റെ സമീപത്തുള്ള ഈന്തപ്പന തോട്ടത്തിലേക്ക് ഞാൻ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു. അതിന് പകരം എനിക്ക് കിട്ടിയതാണ് നബിയേ. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരൽപ്പം ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സ്വതക്കകളും സ്വീകരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ശത്രുക്കൾ പറഞ്ഞു പരത്തി, മുനാഫിഖീങ്ങൾ പറഞ്ഞു പരത്തി. ഇവരൊക്കെ സ്വതക്ക ചെയ്യുന്നത് പല ലക്ഷ്യങ്ങളോടും കൂടെയാണ്. ഉസ്മാനും സഅദ് ഇബ്നു അബീ വഖാസും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും സ്വതക്ക ചെയ്തിട്ടുള്ളത്. ആളുകൾ അവരെ കുറിച്ച് നല്ലത് പറയാനാണ്. അവർ റിയാഇന് വേണ്ടിയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ പാവപ്പെട്ട മനുഷ്യൻ എന്തിന് സ്വതക്ക ചെയ്തു? അല്ലാഹുവിന് ഇവന്റെ ഒന്നും പണം ആവശ്യമില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇവരെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ നിരവധി വചനങ്ങൾ ഇറക്കിയതായി നമുക്ക് കാണുവാൻ കഴിയും. അതാണ് അല്ലാഹു പറയുന്നത്, മുത്തഖീങ്ങളുടെ സ്വഭാവമാണത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രമല്ല അവർ സ്വതക്ക നൽകുക. അത് നേരാകാൻ വേണ്ടിയിട്ട്, അത് നന്നാകാൻ വേണ്ടിയിട്ട്, അവർക്ക് സന്തോഷമുണ്ടാകുമ്പോൾ ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നവരാണവർ. മുത്തഖീങ്ങളുടെ ചില ഗുണങ്ങളാണ് പറയുന്നത്. വൽകാദിമീനൽ ഗൈൽ, അവർ ദേഷ്യം കടിച്ചു പിടിക്കുന്നവരാണ്. വൽആഫീന അനിന്നാസ്, ജനങ്ങളോട് അവർ ചെയ്യുന്ന പെരുമാറ്റങ്ങളിൽ, അവരുടെ ഇടപെടലുകളിൽ അവർ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. തനിക്കിഷ്ടമില്ലാത്തതെല്ലാം എതിർക്കുകയും അവരോട് അസഹിഷ്ണുതയോടെ പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ സ്വഭാവമല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു തആല നല്ലവരെ ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി കേട്ടോളൂ മുത്തഖീങ്ങളുടെ അടയാളങ്ങൾ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, എന്തെങ്കിലും ഒരു തെമ്മാടിത്തം അവർ ചെയ്താൽ, മോശമായ ഒരു പ്രവർത്തനം അവർ ചെയ്താൽ, ഔ ളലമൂ അൻഫുസഹും, അവർ സ്വന്തം ശരീരത്തിനെതിരായി എന്തെങ്കിലും അതിക്രമം ചെയ്താൽ, അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി, ഒരു ഹറാമിലേക്ക് അവർ നോക്കിപ്പോയി, ഒരു തെറ്റായ കാര്യം അവരുടെ ജീവിതത്തിൽ പറഞ്ഞു പോയി, ഒരു കള്ളം അവർ സംസാരിച്ചു പോയി, അങ്ങനെ അത് പറഞ്ഞാൽ അവർ അല്ലാഹുവിനെ ഓർക്കുന്നതാണ്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅമലൂൻ, അവർ മനഃപൂർവ്വം അവരറിയുന്നവരായിരിക്കെ ആ പാപത്തിന്റെ മേലിൽ ഉറച്ചു നിൽക്കുന്നവരല്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഈ ദുനിയാവിലെ സ്വർഗ്ഗക്കാരുടെ വിശേഷണങ്ങൾ പറയാണ്. ഒരു സിനിമ കണ്ടു, ഒരു തെറ്റായ കാഴ്ച കണ്ടു, മണിക്കൂറുകളോളം അല്ലാഹു ഹറാമാക്കി ഒരു സംഗതി കേട്ടു, വർത്തമാനങ്ങൾ പറഞ്ഞു, ഗീബത്തുകൾ പറഞ്ഞു. പടച്ചോനെ പെട്ടെന്ന് ഓർമ്മ വന്നു, റബ്ബേ
നിന്റെ ഹബീബ് തന്നെയാണല്ലോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ആരാണ് എനിക്ക് ഉറപ്പ് നൽകുക? അവന്റെ നാവ് കൊണ്ടും അവന്റെ ഗുഹ്യസ്ഥാനം കൊണ്ടും ഹറാമിൽ നിന്നത് കാക്കുമെന്ന്. അൽമനു ലഹു ബിൽ ജന്ന, അവന് ഞാൻ സ്വർഗം ഉറപ്പ് നൽകാമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ആ വാഗ്ദാനം എനിക്ക് നിറവേറ്റണമല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവരാണ് മുത്തഖീങ്ങളായ ആളുകൾ. അവർക്കാണ് സ്വർഗമുള്ളത്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, അല്ലാഹു തആല മുത്തഖീങ്ങൾക്കാണ് സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅഅനാബ വകവാഇബ അത്റാബ വകഅസൻ ദിഹാഖാ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബാ ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബാ. ദുനിയാവിലെ ഏത് സമ്മാനവും നമുക്ക് മടുക്കും അല്ലേ? ഇപ്പൊ ഇവിടെ കുറെ സമ്മാനങ്ങൾ കൊടുക്കുന്നു, അതിനൊരു സന്തോഷം ഉണ്ടാവും. അത് കിട്ടുന്ന ആളുകൾക്ക് ആ സന്തോഷം എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഈ ജില്ലക്കാരൻ തന്നെയായ സംസ്ഥാനത്തല്ല ദേശീയ അവാർഡ് നേടിയ ഒരു സിനിമാ നടൻ, അദ്ദേഹത്തിന് കുറെ അവാർഡ് കിട്ടി. അങ്ങനെ അവാർഡ് കിട്ടി, സമ്മാനങ്ങളൊക്കെ കുറെ കിട്ടിയിട്ട് അദ്ദേഹം ഒരിക്കൽ നാട്ടിലുള്ള ഒരു ക്ലബ്ബ് മറ്റൊരു ടീമിന് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തോട് വന്നിട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ അടുക്കൽ കുറെ ഷീൽഡുകളും കപ്പുകളൊക്കെ ഉണ്ട്, ഞാൻ അതിൽ നിന്ന് ഒന്ന് നിങ്ങൾക്ക് തരാം. അങ്ങനെ അദ്ദേഹം കാഴ്ചയിൽ തരക്കേടില്ലാത്ത ഒരു ഷീൽഡ് എടുത്ത് ഒരു കപ്പ് എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുകയാണ്. കൊടുക്കുന്നതിന്റെ മുമ്പ് അയാളുടെ പേര് അതിലുണ്ട്, ഒരു സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. മുമ്പ് ആ സ്റ്റിക്കർ മെല്ലെ ഇങ്ങ് പറിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ആ സ്റ്റിക്കറിന്റെ അടിയിലുണ്ട് സെവൻസ് ഫുട്ബോളിൽ 1ാം സ്ഥാനം നേടിയ ക്ലബിന്റെ പേര്. വേറെ ഏതോ ക്ലബിന് സമ്മാനം കിട്ടിയതാണ്. അവർക്കത് മടുത്തപ്പോ അടുത്ത ആൾക്ക് കൊടുത്തു, ഇനി ഇവർക്കത് മടുക്കുമ്പോൾ വേറെ ആൾക്ക് കൊടുത്തു. അത്രേ ദുനിയാവിലെ സമ്മാനത്തിന് വരാം. ഞാൻ ഇതിന്റെ അർത്ഥം എല്ലാവരും പോയിട്ട് ഇതിന്റെ സ്റ്റിക്കർ അഴിച്ചു നോക്കണം എന്നല്ല, അതൊക്കെ നല്ല ഏറ്റവും നല്ല സമ്മാനങ്ങളാണ്. അള്ളാഹു ഈ സമ്മാനം വാങ്ങുന്നവരാരൊക്കെയാണോ പരിശുദ്ധ ഖുർആൻ മനപ്പാടാക്കി അള്ളാഹുവിന്റെ കലാമ് മനപ്പാഠമാക്കാൻ അവസരം കിട്ടിയവരെയാണ് നമ്മൾ ആദരിക്കുന്നത്. ഈ ആദരം കൊണ്ടൊന്നും ഒന്നും ആവൂല അല്ലേ? അള്ളാഹു അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം നൽകുമാറാവട്ടെ. കഷ്ടപ്പെട്ടവരുടെ ഈ ചെറുപ്പകാലത്ത് ഞാനും നിങ്ങളുമൊക്കെ കളിച്ചു നടന്ന ഈ കാലത്ത് അവർ ഖുർആൻ മനപ്പാഠമാക്കാൻ അവസരം ഉപയോഗപ്പെടുത്തിയതിന്റെ പ്രതിഫലം അല്ലാഹു തആല അവരുടെ മാതാപിതാക്കൾക്കും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അല്ലാഹുവിന്റെ സമ്മാനത്തിന്റെ വർണ്ണനയാണ്. എന്താണ്? ഇന്നലിൽ മുത്തഖീന മഫാസ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് വിജയത്തിന്റെ സങ്കേതമുള്ളത്. ഹദായിഖ വഅഅനാബ, തോട്ടങ്ങളും മുന്തിരികളും അവർക്കുള്ളതാണ്. വകവാഇബ അത്റാബ, സ്തനം തടിച്ച സമപ്രായക്കാരികളായ ഹൂറുൽ ഐങ്ങളും അവർക്കുള്ളതാണ്. വകഅസൻ ദിഹാഖാ, അല്ലാഹു തആല അവർക്ക് തന്നെയാണ് നിറക്കപ്പെട്ടിരിക്കുന്ന ചഷകങ്ങളും നൽകുന്നത്. നിറക്കപ്പെട്ട ചഷകങ്ങൾ. വകഅസൻ ദിഹാഖാ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബാ, ആ സ്വർഗത്തിൽ ഒരു അനാവശ്യ വർത്തമാനമില്ല, ആ സ്വർഗത്തിൽ ഒരു കള്ള വർത്തമാനമില്ല. അവിടെ ഒരാളെയും വേദനിപ്പിക്കുകയില്ല, അവിടെ ഒരാൾക്കും സങ്കടം നൽകുന്ന വർത്തമാനം പറയില്ല. അല്ലാഹു ആ സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. ഇതെന്താണ്? ഇത് അല്ലാഹുവിന്റെ സമ്മാനമാണ്. ജസാഅൻ മിർ റബ്ബിക്, ഇത് ഏതെങ്കിലും മനുഷ്യർ നൽകുന്ന സമ്മാനമല്ല, ഏതെങ്കിലും ആൾക്കൂട്ടം നൽകുന്ന ബഹുമാനമല്ല. ഇത് നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള സമ്മാനമാകുന്നു. അവന്റെ അടുക്കൽ നിന്ന് കണക്കില്ലാത്ത പ്രതിഫലമാകുന്നു. പരിശുദ്ധ ഖുർആനിൽ സർവശക്തനായ അല്ലാഹു നമ്മോട് സന്തോഷത്തിന്റെ വൃത്താന്തം പറയുകയാണ്.
സ്വർഗം എന്നതിന് പല പേരുകളും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ ആ പേരുകളൊക്കെ മനസ്സിലാക്കി ആ പേരുകളുള്ള സ്വർഗത്തിൽ കടക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അവസരം തരട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. ഒന്നാമത്തെ പേര് അൽ ജന്ന, സ്വർഗം എന്ന് തന്നെയാണ്. ജന്ന എന്ന് പറഞ്ഞാൽ മറ, മൂടി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അൽ ജന്ന മറക്കപ്പെട്ടത്, മൂടിയിടപ്പെട്ടത് എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ നിന്നാണ് ജിന്ന് എന്ന വാക്ക് വന്നത്. ജിന്ന് ജിന്ന് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ, മറഞ്ഞിരിക്കുമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ മറക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് ജിന്ന്. ഗർഭസ്ഥ ശിശുവിന് ജനീൻ എന്ന് പറയും. നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന കുട്ടിയാണ് ഗർഭസ്ഥ ശിശു, ജനീൻ. അതിൽ നിന്ന് വന്നതാണ് അൽ ജന്ന. എന്തുകൊണ്ട് ഒരാൾക്കും അറിയില്ല. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. കൺകുളിർമയായി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ആ സ്വർഗത്തിന്റെ അനുഭൂതിയെ കുറിച്ച് നിങ്ങൾക്കൊരാൾക്കും അറിയില്ല. നമുക്ക് സങ്കല്പിക്കാൻ കഴിയോ? ഫിൽ ജന്നതി മിഅതു ദറജ, സ്വർഗത്തിൽ 100 സ്ഥാനങ്ങളുണ്ട്. മാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈനൽ അർളി വസ്സമാ. ഓരോ സ്ഥാനത്തിന്റെയും ഇടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള വിശാലതയുണ്ട്. വൽ ഫിർദൗസു അഅലാഹാ ദറജ, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഫിർദൗസ്. റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ പടച്ചോനെ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂല തരണം എന്നല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ അല്ലാഹുവിനോട് ഫസ്അലുല്ലാഹൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് ജന്നത്തുൽ ഫിർദൗസ് ചോദിക്കണം. എന്തുകൊണ്ടെന്നാൽ അത് സ്വർഗത്തിലെ ഉന്നതമായ വിധാനമാണ്. ആ ജന്നത്തുൽ ഫിർദൗസിൽ നിന്നാണ് തഫ്ജുറു അൻഹാറുൽ ജന്നത്തിൽ അർബഅ, സ്വർഗത്തിലെ 4 നദികൾ ഒഴുകുന്നത്. വമിൻ ഫൗഖിഹാ യകൂനുൽ അർശ്, ഈ ജന്നത്തുൽ ഫിർദൗസിന്റെയും മുകളിലാണ് അല്ലാഹുവിന്റെ അർശ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമുക്ക് കാണാൻ കഴിയാത്ത ഇടം അതാണ് ജന്ന. മറ്റൊന്നാണ്, മറ്റൊരു പേരാണ് ദാറുസ്സലാം. ഇവിടെ ദുആ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസി ഉസ്താദിന്റെ ദുആയിലുണ്ടായിരുന്നു വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറുസ്സലാം എന്നതിന് സമാനമായ ഒരു ദുആ. ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പരസ്പരം സലാം പറയുന്ന വീട്, പരസ്പരം കണ്ടാൽ സലാം പറയുന്ന വീട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന്റെ ഓരോ കവാടങ്ങളിലൂടെയും മുഅ്മിനീങ്ങൾ ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടേയിരിക്കും. ഓരോ കവാടത്തിൽ നിന്നും അല്ലാഹുവിന്റെ മലക്കുകൾ അവരോട് പറയുന്നത് സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ദുനിയാവിൽ ക്ഷമിച്ച് ജീവിക്കുന്നത് കാരണത്താൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്നുള്ളതാണ്. യാസീനിൽ കാണാൻ കഴിയുമല്ലോ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, കരുണാവാനായ രക്ഷിതാവിൽ നിന്നുള്ള നേരിട്ടുള്ള വാക്കായി തന്നെ അസ്സലാമു അലൈക്കും എന്ന സ്വർഗത്തിൽ അനുഭവിക്കാൻ കഴിയും. തന്നെയുമല്ല, പരസ്പരം മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ വെച്ച് കാണുമ്പോൾ അവര് പരസ്പരം സലാം പറയും എന്നുള്ളതാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ഒന്നാലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, ശംസുൽ ഉലമാ നഗറിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്കൂ. എനിക്കും നിങ്ങൾക്കും ഇന്ന് കണ്ടാലേ സലാം പറയാൻ കഴിയൂ, അതല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുമ്പോഴേ സലാം പറയാൻ കഴിയൂ. മറ്റത് നമ്മൾ നേരിൽ കാണുന്നില്ല. നമ്മൾ മഹാന്മാരോട്
അവരുടെ മഖ്ബറകളിൽ പോയി സലാം പറയുമ്പോ അവരുടെ മഖ്ബറകളിൽ പോവാതെ നമ്മൾ ഹബീബായ റസൂലുള്ളാഹിക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് സലാം പറയുമ്പോ ഇൻഷാ അല്ലാഹ് ആ സലാമുകൾ കൊണ്ടൊക്കെ നമുക്കുണ്ടാകുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിൽ നമ്മൾ ചെന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സലാം പറയാൻ അവസരം തരും. ആരോട് സലാം പറയാൻ? മുഅ്മിനേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പരിശുദ്ധരായ അമ്പിയാക്കളോട്, മഹാന്മാരായ മലക്കുകളോട്. അല്ലേ? വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. കൂട്ടം കൂട്ടമായി വിശ്വാസികളായ ആളുകൾ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. മുഅ്മിനീങ്ങൾ ഇങ്ങനെ സംഘം സംഘമായി വരുമ്പോൾ ഹത്താ ഇദാ ജാഊഹാ, ആ സ്വർഗത്തിലേക്ക് അവരിങ്ങനെ കടന്നു വരുമ്പോൾ മലക്കുകൾ ആ സ്വർഗത്തിന്റെ കവാടത്തിലുണ്ടാകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മലക്കുകൾ വഖാല ലഹും ഖസനതുഹാ, ആ സ്വർഗത്തിന്റെ കാവൽക്കാരായ മാലാഖമാർ പറയുകയാണ്. എന്താ പറയുന്നത്? സലാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ത്വബത്തും, നിങ്ങൾ നല്ലത് ചെയ്തവരാണ്. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് വരൂ. കണ്ടോ? ഇത് നമ്മളോട് പറയോ? നമ്മൾ ആലോചിക്കണം. ഇത് വെറുതെ പറയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ എങ്ങനെ അവർ നേടിയെടുത്തുള്ളൂ എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബി അനാഥനായിട്ടാണ് വളർന്നത്. അബ്ദുൽ ഉസ്സ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. മദീനയിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു മലമുകളിലാണ് അബ്ദുൽ ഉസ്സ താമസിച്ചിരുന്നത്. വളരെ ചെറുപ്പത്തിൽ വാപ്പ മരിച്ചുപോയി. തന്റെ ഒരു പിതൃവ്യൻ അബ്ദുൽ ഉസ്സയെ സംരക്ഷിച്ചു. അങ്ങനെയാണ് ഒരിക്കൽ അബ്ദുൽ ഉസ്സയുടെ അടുക്കലേക്ക് തന്റെ അയൽവാസികളായ ചില ആളുകൾ വരുന്നത്. അവരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അബ്ദുൽ ഉസ്സക്ക് മുഹമ്മദുർ റസൂലിനെ കുറിച്ച് മനസ്സിലായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ ഉസ്സക്ക് അവർ ഖുർആൻ കേൾപ്പിച്ചു. അബ്ദുൽ ഉസ്സക്ക് അവർ നബിയുടെ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുത്തു. അബ്ദുൽ ഉസ്സക്ക് മുസ്ലിമാവാൻ വലിയ ആഗ്രഹം. അബ്ദുൽ ഉസ്സ രഹസ്യമായിട്ട് അവരുടെ മുമ്പിൽ വെച്ച് മുസ്ലിമായി. എന്നിട്ട് എല്ലാ ബിംബാരാധനകളിൽ നിന്നും ആ മനുഷ്യനകന്നു. പിതൃവ്യൻ വലിയ പണക്കാരനായിരുന്നു, സമ്പന്നനായിരുന്നു. സമ്പന്നനായ തന്റെ പിതൃവ്യൻ അബ്ദുൽ ഉസ്സയോട് പലതവണ ആവശ്യപ്പെട്ടു, അബ്ദുൽ ഉസ്സ, നീ മുസ്ലിമായിട്ടുണ്ടോ? നീ മുഹമ്മദിന്റെ മാർഗത്തിൽ പിന്തുടർന്നിട്ടുണ്ടോ? അതെ, ഞാൻ മുഹമ്മദിന്റെ മാർഗം സ്വീകരിച്ചയാളാണ് എന്ന് പറഞ്ഞു അബ്ദുൽ ഉസ്സ. വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. അവസാനം പറഞ്ഞു അബ്ദുൽ ഉസ്സ, നീ ഈ മതമെങ്ങാനും കൈവടികയാണ് എങ്കിൽ നിന്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ മുഴുവൻ ഞാൻ ഊരിയെടുക്കും. കാരണം അത് ഞാൻ തന്ന പണം കൊണ്ട് നീ ഉണ്ടാക്കിയ വസ്ത്രങ്ങളാണ്. നിന്റെ ഭക്ഷണം ഞാൻ മുടക്കും. അങ്ങനെ അബ്ദുൽ ഉസ്സക്ക് ഈ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നു. തന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം മുഴുവൻ പിതൃവ്യൻ ഉരിഞ്ഞു മാറ്റി. ആകെ ഉണ്ടായിരുന്നത് നാണം മറക്കാൻ ആവശ്യമായ പഴകിയ ഒരു തുണിക്കഷ്ണം മാത്രമായിരുന്നു, മറ്റൊന്നുമില്ല. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ കാലിൽ ചെരുപ്പില്ലാതെ മലയുടെ താഴേക്ക് ഇറങ്ങി കിലോമീറ്ററുകളോളം ദിവസങ്ങളോളം നടന്ന് അബ്ദുൽ ഉസ്സ റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തി. പരിശുദ്ധ ഹബീബ് അപ്പോൾ പള്ളിയിലില്ല. പള്ളിയുടെ സമീപത്ത് നിന്നു. സ്വഹാബികളൊക്കെ ഈ മനുഷ്യനെ കാണുകയാണ്. മുകളിൽ ഒരു ഷർട്ടിടാതെ, തലയിൽ ഒന്നുമില്ലാതെ, കേവലം ഒരു തോർത്തുപോലെ ചെറിയ ഒരു കഷ്ണം കൊണ്ട് മാത്രം നാണം മറച്ചിരുന്ന ഈ ചെറുപ്പക്കാരനായ സ്വഹാബിയെ കണ്ടപ്പോൾ എല്ലാവർക്കും വലിയ സങ്കടമായി. നബി വന്നപ്പോൾ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടെ ദുൽബിജാദൈനിയായ ഒരാൾ വന്നിട്ടുണ്ട്. ദുൽബിജാദൈൻ എന്ന് പറഞ്ഞാൽ നടന്ന്
ശരീരത്തിലുണ്ടായിരുന്ന ഈ വസ്ത്രം 2 കഷ്ണമായി മാറിയപ്പോൾ 2 കഷ്ണം വസ്ത്രം ധരിച്ച ഒരാൾ, ബിജാദ് എന്ന് പറഞ്ഞാൽ പുതപ്പ്, ശീല എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ 2 ശീലകൾ കൊണ്ട് നാണം മറക്കുന്ന ഒരാൾ അവിടെയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിയെ സ്വീകരിച്ചു, ആവശ്യമായ സൽക്കാരങ്ങൾ നടത്തി. പിന്നെ അദ്ദേഹം താമസിച്ചത് മദീനയിലാണ്. എപ്പോഴും നബിയോട് കൂടെ തന്നെ ഉണ്ടാകും. റസൂലുള്ളാഹിനോട് സ്വർഗം തേടും. നബിയേ, ഓരോ യുദ്ധത്തിന് പോകുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഉണ്ടാകും. ആ സമയത്തൊക്കെ ചോദിക്കും, യാ റസൂലല്ലാഹ്, എനിക്ക് രക്തസാക്ഷിയാവാൻ അവസരമുണ്ടാകുമോ? എനിക്ക് മരിക്കാൻ അവസരമുണ്ടാകുമോ? ബഹുമാനപ്പെട്ട റസൂലുള്ള ദുആ ചെയ്തില്ല. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യാൻ തയ്യാറായില്ല. തബൂക്ക് യുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ റസൂലിനോട് ദുൽബിജാദൈൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് രക്തസാക്ഷിയാവാൻ അങ്ങ് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഈ പോരാട്ടത്തിൽ നീ ദുൽബിജാദൈനിക്ക് നീ മരണം കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അങ്ങനെ അവർ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തബൂക്കിലേക്ക്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ തബൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഞാൻ പെട്ടെന്ന് രാത്രിയിൽ ഞെട്ടി എഴുന്നേറ്റു. എന്റെ സമീപത്ത് തന്നെയായിരുന്നു റസൂലുള്ളാഹിന്റെ വിരിപ്പുണ്ടായിരുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിരിപ്പിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ആ വിരിപ്പിൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാൻ അബൂബക്കറിന്റെ അവിടെ പോയി, അവിടെയും നബിയില്ല. ഞാൻ സ്വഹാബികളുടെ പലരുടെയും പോയി നോക്കി, അവിടെ അവര് തന്നെ ഇല്ല. പടച്ചവനെ, ഇവരെവിടെ പോയി? ഞാൻ അങ്ങനെ പോയി നോക്കിയപ്പോൾ എല്ലാവർക്കും കുറച്ചപ്പുറത്തായി ഒരു വെളിച്ചം ഞാൻ കണ്ടു. ഞാൻ ആ വെളിച്ചത്തിന്റെ സമീപത്തേക്ക് ഇങ്ങനെ കടന്നു ചെന്നു. എന്താണ് ഇവിടെ ഒരു വെളിച്ചം? നോക്കുമ്പോഴുണ്ട് അവിടെ കുറച്ച് സ്വഹാബികളുണ്ട്. അവിടെ ഒരു ഖബർ കുഴിച്ചിട്ട് ആ ഖബറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. നബി തിരുമേനിയുടെ സമീപത്തായി ഒരു മയ്യിത്തുമുണ്ട്. അബൂബക്കറുണ്ട്, ഉമറുണ്ട്, ഒരു മയ്യിത്തുമുണ്ട്. ഞാൻ ചോദിച്ചു, അബ്ദുള്ള പറയുകയാണ്, ഇതാരുടെ മയ്യിത്താണ്? ആരാണ് നമുക്കിടയിൽ നിന്ന് മരിച്ചുപോയത്? അവിടുന്ന് പറഞ്ഞു, അറിയില്ലേ, ഹാദാ അഖൂക ദുൽബിജാദൈൻ, ഇത് നിന്റെ സഹോദരനായ ദുൽബിജാദൈനിയാണ്. രാത്രി അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ചു. പകൽ യുദ്ധം ചെയ്യേണ്ടതാണല്ലോ, നമ്മൾ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു. അതെയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിങ്ങനെ കണ്ടു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സാധാരണ ഖബറിലേക്ക് ഇറങ്ങാറില്ല. റസൂലുള്ള ഖബറിലേക്ക് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, അബൂബക്കറേ, ഉമറേ, ദല്ലൂനി, ആ മയ്യിത്തിന്റെ അടുക്കലേക്കൊന്ന് താഴ്ത്തിത്താ. അവർ രണ്ടുപേരും തങ്ങളുടെ കയ്യിൽ പിടിച്ച മയ്യിത്ത് ഇങ്ങനെ താഴ്ത്തി കൊടുത്തു. മയ്യിത്ത് ഇങ്ങനെ താഴ്ത്തിയിട്ട് ആ ഖബറിൽ നിന്ന് തന്നെ റസൂലുള്ള ദുആ ചെയ്യുന്നത് ഞാൻ കേൾക്കുകയാണ്. ഈ മനുഷ്യനോട് എനിക്ക് വലിയ തൃപ്തിയായിരുന്നു, ഈ മനുഷ്യനോട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഫർള അൻഹു, ഈ മനുഷ്യനോട് നീയും തൃപ്തിപ്പെടണം. ആരും പരിഗണിക്കാതിരുന്ന, എല്ലാവരും അവഗണിച്ചിരുന്ന ദുൽബിജാദൈനി എന്ന് പറയുന്ന സ്വഹാബിയെ കുറിച്ച് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയുകയാണ്, പടച്ചവനെ, ഞാൻ വിചാരിച്ചു ആ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു മരണപ്പെട്ടിരുന്നത് എങ്കിൽ. കാരണം അബൂബക്കറിന്റെയും ഉമറിന്റെയും സാന്നിധ്യത്തിൽ മുത്ത ഹബീബല്ലയോ ഖബറിലേക്ക് വെച്ചത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ദാറുസ്സലാം, സമാധാനത്തിന്റെ വീട് കിട്ടാതിരിക്കുക? ഹും ഫീഹാ ഖാലിദൂൻ, അവനതിൽ ശാശ്വതരാണ്. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുക, അല്ലാഹുവിനോട് ചോദിക്കുക. വേറൊന്നാണ് അൽ മഖാമുൽ അമീൻ, നിർഭയസ്ഥാനം. സ്വർഗത്തിന്റെ പേരാ, പേടിക്കേണ്ടതില്ല. ഇവിടെ എത്ര വലിയ വീടാണെങ്കിലും, എത്ര വലിയ സൗകര്യമുള്ള സ്ഥലമാണെങ്കിലും ഒരു ഭയം, ഒരു പേടി ഇല്ലാതിരിക്കില്ലല്ലോ. കറണ്ട് ബില്ല് കൊടുക്കണം, ഫോൺ ബില്ല് കൊടുക്കണം, ഭക്ഷണമില്ലാന്നുണ്ടെങ്കിൽ, വെള്ളമില്ലാന്നുണ്ടെങ്കിൽ ഭയമാണ്, പേടിയാണ്. പക്ഷെ അവിടെ പേടിക്ക് യാതൊരു പ്രസക്തിയുമില്ല. അവിടെ നിർഭയ സങ്കേതമാണ്.
ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾ നിർഭയ സങ്കേതത്തിലാണ് എന്ന് ഖുർആൻ പറയുന്നു. വേറൊരു പേരാണ് സ്വർഗത്തിന്റെ മഖ്അദു സിദ്ഖ്, സത്യസന്ധമായ സത്യസമേതമുള്ള ഇടം. സത്യസന്ധമായിട്ട് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഇരിപ്പിടം അല്ലേ? അതാണ് ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വനഹർ ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. സൂറത്തുർ റഹ്മാന്റെ തൊട്ട് മുമ്പിലുള്ള ആയത്ത്. സൂറത്തുൽ ഖമറിന്റെ അവസാനത്തിൽ വിശ്വാസികളായ ആളുകൾ ഫീ മഖ്അദി സിദ്ഖിൽ ആയിരിക്കും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഒരു യോഗ്യതയുമില്ല പറയാൻ, ഒരു യോഗ്യതയുമില്ല മുഅ്മിനേ. നമ്മളൊക്കെ സ്വർഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോ, സ്വർഗത്തെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മുഅ്മിനേ. ഇത് പറയാൻ നമുക്ക് അവസരം ഒരുക്കിയതാരാ? ഇത് പറയാൻ നമുക്ക് അവസരമുണ്ടായത് എങ്ങനെയാ? ഇങ്ങനെ സംഘടിപ്പിക്കാൻ, ഇങ്ങനെ ഒരുമിച്ച് കൂടി വഅദ് പറയാൻ കണ്ടില്ലയോ? SKSSFന്റെ റമദാൻ പ്രഭാഷണമാണ്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ, ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ നന്മകൾ വ്യാപിപ്പിക്കാൻ അല്ലാഹുവാണേ ദുനിയാവിൽ യാതൊരു ഫലവും കാക്ഷിക്കാതെ എല്ലാം ഒഴിവാക്കി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചു മരിച്ചുപോയ ഒരു പറ്റം ആളുകൾ ഉണ്ടായിരുന്നു. ഇതിൽപ്പെട്ട ഒരു മഹാനായ മനുഷ്യനാണ് CH ഐദറൂസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ. വലിയ മഹാനായിരുന്നു CH ഉസ്താദ്. ഈ പ്രസ്ഥാനത്തിന് SKSSF എന്ന പേര് നൽകിയത് ബഹുമാനപ്പെട്ട CH ഐദറൂസ് മുസ്ലിയാരായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഒരുപാട് ഹുദവി കുട്ടികളെ കാണുന്നുണ്ട്. ദാറുൽ ഹുദയിലും അതുപോലെ എന്റെ സ്ഥാപനമായ ചാമക്കാള നഹ്ജുർ റഷാദിലും ബഹുമാനപ്പെട്ട നമ്മുടെ കളമശ്ശേരിയിലെ ദാറുൽ ഹുദയുടെ കോളേജിലും ഒക്കെ പഠിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടിലെ പ്രിയപ്പെട്ട ഹുദവികളായ കുട്ടികൾ, ഹുദവികളാകാൻ പഠിക്കുന്ന കുട്ടികൾ, ഞങ്ങളൊക്കെ ഹുദവികളാണ്. അബ്ദുൽ ഖാദർ ഹുദവിയുണ്ട്, അഷ്റഫ് ഹുദവിയുണ്ട്. ഞങ്ങൾക്കൊന്നും മറക്കാൻ കഴിയാത്ത ഒരു വലിയ മനുഷ്യനായിരുന്നു CH ഐദറൂസ് മുസ്ലിയാർ. സ്വർഗത്തിന്റെ അടയാളങ്ങളുമായി ജീവിതത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരാളായിരുന്നു. ഈ അടുത്ത് എന്നോടൊരു സഹോദരൻ പറയുകയാണ്, അദ്ദേഹം കോഴിക്കോട് നടക്കാവിലെ റോഡ് സൈഡിലുള്ള പള്ളിയില് ബഹുമാനപ്പെട്ട ആ മനുഷ്യൻ ഇങ്ങനെ ദർസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർസ് പഠിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം ഒരു ആവശ്യത്തിന് പുറത്തു പോയിട്ട് രാത്രി 1 മണി സമയത്ത് പള്ളിയിൽ വന്നു. അങ്ങനെ ഉറക്കം ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ പിടിക്കുമ്പോഴാണ് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നത്. ആരാണെന്ന് നോക്കുമ്പോൾ വെള്ളത്തുണിയും തലപ്പാവും ഒക്കെ ധരിച്ച ഒരാളാണ്. ജനലിലൂടെ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ട് ഉസ്താദ് ഇവിടെ ഉണ്ടോ? ഉസ്താദ് ഉറങ്ങാണല്ലോ. ഇതാരാണ്? ഉസ്താദിനെ ഒന്ന് കണ്ടാൽ ഇവിടെ ഒന്ന് കിടക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇയാൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റായ, ഒരുപാട് പള്ളികൾക്കും മദ്രസകൾക്കും നേതൃത്വം നൽകുന്ന, കേരളത്തിലെ അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ വക്താവായ ഈ ദുർബലനായ മനുഷ്യനാണ് ആ മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഉസ്താദെ, എവിടുന്നാ വരുന്നത്? ഞാൻ കണ്ണൂരിൽ നിന്ന് വരികയാണ്. കണ്ണൂരിൽ നിന്നൊരു പരിപാടി കഴിഞ്ഞിട്ട് എനിക്കൊരു ലോറിയാ കിട്ടിയത്. ആ ലോറിയിൽ ഞാൻ കയറി വരികയായിരുന്നു. ആ ലോറിയിൽ കയറി ഞാൻ വരുമ്പോ ആ ലോറിയില് എനിക്ക് ആ ലോറിയിൽ എന്റെ ഡ്രൈവർക്ക് ഇവിടെ ഉറങ്ങണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇരുന്നത്. ലോറിയിൽ കയറിയിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിയതാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പറയാണ്, തലയിണ വേണോന്ന് ചോദിച്ചു. തലയിണ വേണ്ട, തലയിണ വേണ്ട. പള്ളിയിൽ ഇങ്ങനെ കിടന്ന് ഞാൻ ഒരു 4 മണി സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ പള്ളിയുടെ മിഹ്റാബിന്റെ സമീപത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി അത് ഉസ്താദാണ്. രാത്രി 1 മണി വരെ ലോറിയിൽ വന്നിട്ട് ആ ലോറിയിൽ നിന്നിറങ്ങി ഒരല്പസമയം കിടന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ഇയാൾ പറയണ, അപ്പൊ പിന്നെ ഞാൻ കിടക്കുന്നത് ശരിയല്ലല്ലോ, ഞാനും വുളൂ ചെയ്ത് അപ്പുറത്ത് പോയി നിസ്കരിച്ചു. ഞാനിങ്ങനെ നോക്കുകയാണ്. പെട്ടെന്നൊരു ഏങ്ങലടിക്കുന്ന ശബ്ദം, കരയുന്ന ശബ്ദം. ഉസ്താദ് 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി അല്ലാഹുവോട് ദുആരക്കുകയാണ്. അച്ചോനെ, ഞങ്ങളൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സംഘടന ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തെ നീ വളർത്തണേ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന
ഒരുപാട് ആളുകളുണ്ട്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ, അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഇതിനു വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടു, നിങ്ങൾ അധ്വാനിച്ചു. ഈ സംഘടനയ്ക്ക് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മാസങ്ങളോളം നിങ്ങൾ ഇതിന്റെ നോട്ടീസുകളും ഫ്ലക്സുകളുമായി എന്റെ SKSSF-ന്റെ പ്രവർത്തകന്മാർ, അവർ മാത്രമല്ല ദാറുൽ ഹുദയുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ആളുകൾ, അത് പഠിപ്പിക്കുന്ന ആളുകൾ, അതുപോലെ പൊതുവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, പള്ളിയുടെയും മദ്രസയുടെയും കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആളുകൾ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഇരുട്ടിന്റെ മറവിൽ എല്ലാവരും ഉറങ്ങുമ്പോ ആ ഉറക്കം ഒഴിവാക്കിയിട്ട് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുന്ന ഈ സ്വാത്വികരായ മനുഷ്യരായിരുന്നു മഹാനായ CH ഉസ്താദായിരുന്നു. അല്ലാഹു അവരുടെ ഖബറുകൾ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഇവരാണ് നമ്മെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇത് കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല, സ്വർഗം നേടുക എന്നുള്ളത് എളുപ്പമായ കാര്യമല്ല. ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ലമ്മാ ഖലഖല്ലാഹുൽ ജന്ന, അല്ലാഹു സ്വർഗം പടച്ചപ്പോൾ മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ജിബ്രീലേ, ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ, നീ ആ സ്വർഗത്തിലേക്കൊന്ന് പോയിട്ട് ആ സ്വർഗം ഒന്ന് കണ്ടുവാ എന്ന് പറഞ്ഞു. ഫദഹബ, അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. ഫനദറ ഇലൈഹാ, അങ്ങനെ ആ സ്വർഗമൊക്കെ കണ്ടു. തിരിച്ചു വന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ നീ എത്ര പ്രതാപശാലിയാണ്. ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹാ, സ്വർഗത്തിലേക്ക് ആര് സ്വർഗത്തെ കുറിച്ച് കേൾക്കുന്നോ അവരാ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ തന്നെയാണ്. കാരണം ഒരു ബുദ്ധിമുട്ടുമില്ല, അതിലേക്ക് കടക്കാൻ യാതൊരു പ്രയാസമില്ല, ഏതൊരാൾക്കും കടന്നു ചെല്ലാലോ. അപ്പോഴാണ് അല്ലാഹു സ്വർഗത്തിന്റെ ചുറ്റുഭാഗത്തും ഒരു വലയം സൃഷ്ടിച്ചത് എന്നാണ് ഹദീസിലുള്ളത്. മനുഷ്യന്റെ മനസ്സിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, മനുഷ്യൻ പ്രയാസത്തോടെ, മനുഷ്യൻ ഒരൽപ്പം സങ്കോചത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് അല്ലാഹു സ്വർഗത്തിന് വലയം സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, ജിബ്രീലേ, ഇനി ഒന്ന് നീ സ്വർഗത്തിലേക്ക് പോയി നോക്കൂ. ജിബ്രീൽ പോയപ്പോൾ, പടച്ചോനെ, 5 നേരങ്ങളിലുള്ള നിസ്കാരം കൊണ്ടുള്ള വലയം അല്ലേ, രാവിലെ എഴുന്നേൽക്കണം, വിശപ്പനുഭവിച്ചു കൊണ്ടുള്ള നോമ്പ് കൊണ്ടുള്ള വലയം അല്ലേ, സക്കാത്ത് കൊടുക്കണം, പണത്തിൽ നിന്ന്, ധനത്തിൽ നിന്ന്, നിർബന്ധ ദാനം. ആ ദാനം സ്വന്തം കൈവശം വെക്കുമ്പോ ഇതിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവന്റേതാണ്, ഇതിൽ ഒരു ഭാഗം കടക്കാരൻ്റെതാണ്, ഇതിൽ ഒരു ഭാഗം വഴിയാത്രികന്റേതാണ് എന്ന് പറഞ്ഞ് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണമല്ലോ, അത് മറ്റൊരു വലയമാണ്. ഹജ്ജ് ചെയ്യണം, കഅബ ശരീഫിന്റെ അടുക്കലേക്ക് പോയിട്ട് അതിന് പണവും ആരോഗ്യവും സമയവും ചെലവഴിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു വന്ന് അല്ലാഹുവിനോട് പറഞ്ഞു എന്നാണ്, ലഖദ് ഖശീതു അല്ലാ യദ്ഖുലഹാ അഹദ്, അല്ലാഹുവേ, ആ സ്വർഗ്ഗത്തിൽ ഒരാളും കടക്കുകയില്ലേ എന്ന് ഞാൻ പേടിച്ചു പോയി റബ്ബേ. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല സ്വർഗത്തിലും നരകത്തിലും എല്ലാവർക്കും ഓരോ സ്ഥാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നാണ് ഹദീസിൽ കാണുന്നത്. എല്ലാവർക്കും ഉണ്ട്, സ്വർഗത്തിലും ഒരു സ്ഥാനം, നരകത്തിലും ഒരു സ്ഥാനം. സ്വർഗത്തിൽ ആ സ്ഥാനം ലഭ്യമായാൽ നരകത്തിൽ ആ സ്ഥാനം അവിടെ വെറുതെയാവും. അപ്പോഴത് നരകവാസികൾക്ക് കിട്ടും. നരകവാസികൾക്ക് ഒരുക്കിയ സ്വർഗത്തിലുള്ള സ്ഥാനം സ്വർഗവാസികൾക്ക് കിട്ടും. മാമിൻകും മിൻ അഹദിൻ ഇല്ലാ വലഹു മൻസിലാൻ, സ്വർഗത്തിൽ 2 സ്ഥാനമില്ലാത്ത ഒരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ല. മൻസിലും ഫിൽ ജന്ന, സ്വർഗത്തിലൊന്ന്, വ മൻസിലും ഫിന്നാർ. ഫഅമ്മൽ മുഅ്മിനു, അപ്പോൾ വിശ്വാസിയായ ഒരാൾ, ഫയബ്നി ബൈതഹു അല്ലദീ ഫിൽ ജന്ന, അവൻ സ്വർഗത്തിൽ തന്റെ വീട് പണിയുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഓരോ ഉപമകളാണ്, അലങ്കാരങ്ങളാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അല്ലാതെ സ്വർഗത്തിൽ ഇപ്പൊ എങ്ങനെയാ പോയിട്ട് വീട് പണിയുക? അതായത് അല്ലാഹു നൽകുന്ന അളവറ്റ ആ പ്രതിഫലത്തെ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സർവശക്തനായ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിക്കുകയാണ്.
നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അങ്ങനെ സ്വർഗത്തിൽ വീട് പണിതാൽ നരകത്തിലുള്ള വീട് അവർ പൊളിച്ചു കളയുന്നതാണ്. ഇതാണ് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത്. തിൽകൽ ജന്നത്തുല്ലതി നൂരിതുഹാ നൂരിതു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് നമ്മളുടെ അടിമകളിൽ നിന്ന് ആ സ്വർഗം നാം അനന്തരമായി നൽകുന്നത്. സ്വർഗവാസികൾ പ്രബലരാവുകയില്ല, സ്വർഗവാസികൾ വലിയ സ്ഥാനമുള്ളവരായി കൊള്ളണമെന്നില്ല, സ്ഥാനമുള്ളവർക്ക് സ്വർഗം കിട്ടുകയില്ല, അങ്ങനെയില്ല. സ്വർഗക്കാരിങ്ങനെ ആളുകൾക്കിടയിൽ വലിയ സ്ഥാനവും മാനവും ഉള്ള ആളുകളല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ദുർബലരായിരുന്നു ഉണ്ടായിരുന്നത്, അവശരായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ പീഡിതരായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ ഹബീബ് പറയുകയാണ്, അലാ ഉഖ്ബിറുകും ബി അഹ്ലിൽ ജന്ന. സ്വർഗക്കാരെ കുറിച്ച് നിങ്ങളോട് ഞാൻ അറിയിച്ചു തരട്ടെയോ? അതാരാണ് നബിയേ? എല്ലാ ദുർബലരുമാണ്, എല്ലാ അവശരുമാണ്. അള്ളാഹുവിനോട് അവർ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം അള്ളാഹു നിറവേറ്റി കൊടുക്കുന്ന ദൗർബല്യത്തിന്റെ ഉടമകളാണ് സ്വർഗാവകാശികളെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഖുംതു അലാ ബാബിൽ ജന്ന. ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ നിന്നു. ഞാൻ അവിടേക്ക് നോക്കിയപ്പോൾ അതിൽ അധികവും ഞാൻ കണ്ടത് പാവങ്ങളെയായിരുന്നു. റസൂലുള്ള പറയുകയാണ്, വ അസ്ഹാബുൽ ജദ്ദി മഹ്ബൂസൂൻ. ധനത്തിന്റെ ഉടമകളെല്ലാം തടയപ്പെട്ടവരാണ്. ഗൈറ അന്ന അസ്ഹാബൻ നാർ. എന്തുകൊണ്ടാണ് ധനത്തിന്റെ ഉടമകൾ തടയപ്പെട്ടത്? കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയണം. അവർ അതെങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ അതവർ ചെലവഴിച്ചു, എങ്ങനെ അവർ കുടുംബത്തിന് നൽകി, അവർ മറ്റുള്ളവരെ കൊള്ളയടിച്ചതാണോ, അവർ മറ്റുള്ളവന്റെ അപഹരിച്ചതാണോ, അവർ മറ്റുള്ളവനെ ദ്രോഹിച്ചിട്ടുണ്ടോ? ഇതിന് മറുപടി പറയാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ സമ്പന്നതയുള്ള ആളുകൾക്ക് കഴിയില്ല എന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ, സ്വർഗത്തിലും സ്ത്രീകളാണ് കൂടുതലുള്ളത്, നരകത്തിലും സ്ത്രീകളാണ് കൂടുതലുള്ളത്. സ്ത്രീകളുടെ അംഗസംഖ്യ വളരെ കൂടുതലാണ് 2 ഇടങ്ങളിലും എന്നാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾക്കിടയിൽ വലിയ തർക്കമുണ്ടായി, സ്ത്രീകളാണോ പുരുഷന്മാരാണോ സ്വർഗത്തിൽ കൂടുതലുള്ളത്? അങ്ങനെ അവർ വന്ന് നബിയുടെ സഹചാരിയായിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂ ഹുറൈറ, സ്വർഗത്തിൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതലുള്ളത്? അപ്പോൾ പറഞ്ഞു, 2 വിഭാഗവും 2 വിഭാഗത്തിൽ നിന്നും സ്വർഗക്കാരിലും നരകക്കാരിലും സ്ത്രീകൾ തന്നെയാണ് കൂടുതലുള്ളത്. സഹാബി പറഞ്ഞു, എന്താ കാര്യം? അവിടുന്ന് പറഞ്ഞു, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അവ്വല സുംറത്തിൻ തദ്ഖുലുൽ ജന്ന അലാ സൂറത്തിൽ ഖമരി ലൈലത്തൽ ബദ്രി. പരിപൂർണ ചന്ദ്രന്റെ പൂർണ്ണ ശോഭയോടെയായിരിക്കും സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന ആളുകളുടെ രൂപമുണ്ടാവുക. വല്ലത്തി തലീഹാ അലാ അദ്വാഇ കൗകബിൻ ദുർരിയും ഫിസ്സമാ. പിന്നെ വരുന്നവർ ആകാശത്ത് കത്തിത്തിളങ്ങുന്ന താരകത്തിന്റെ പ്രകാശമായിരിക്കും ഉണ്ടായിരിക്കുക. നബി പറഞ്ഞു, ലികുല്ലി ഇംരിഇൻ മിൻഹും സൗജതാൻ. അതിൽപ്പെട്ട ഓരോരുത്തർക്കും 2 ഇണകളെ അല്ലാഹു തആല നൽകുന്നതാണ്. അതുകൊണ്ട് സ്ത്രീകളായിരിക്കുമല്ലോ സ്വർഗത്തിൽ കൂടുതൽ ഉണ്ടാവുക. ചിന്തിക്കണം, അള്ളാഹു ചില ആളുകൾക്ക് പ്രത്യേകമായി സ്വർഗത്തിലെ അനുഭൂതി നൽകും. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് മക്കൾ മരിച്ചുപോയ ആളുകൾ. ആ മാതാപിതാക്കൾ അതിൽ പ്രതിഫലം ആഗ്രഹിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാകുന്നു. മാതാപിതാക്കൾ ചെറുപ്പത്തിൽ മരിക്കുമ്പോഴേ പരീക്ഷണമാകുന്നുള്ളൂ. ഭാര്യ മരിക്കുന്നത് പരീക്ഷണമാണ്. ഓരോരുത്തരുടെയും മരണം പരീക്ഷണമാണ്. ഈ പരീക്ഷണങ്ങളിൽ മനുഷ്യനെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒന്നാണ് സ്വന്തം മക്കൾ ലോകത്തോട് വിട പറഞ്ഞു പോവുക. ഒന്നുകിൽ പ്രസവത്തിൽ മരിക്കുക, അതല്ലെങ്കിൽ കുറച്ച് പ്രായം കഴിഞ്ഞ് മരിക്കുക. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുള്ളവരുണ്ടാകും, മക്കൾ മരിച്ചുപോയ ആളുകൾ. റസൂലുള്ളാഹി പറയാണ്, ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയിൽ ബാബു ഫദ്ലി മൻ മാത ലഹു വലദുൻ ഫതസബ. ഒരു കുട്ടി മരിച്ചു, കൂലി ആഗ്രഹിച്ചു, അങ്ങനെയുള്ള ഒരു അധ്യായം തന്നെയുണ്ട്. ഒരു കുട്ടി
3 കുഞ്ഞുങ്ങൾ ഒരാളുടേതായി മരിച്ചു പോയാൽ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു ആ കുഞ്ഞുങ്ങൾ കാരണമായിട്ട് അവരെ സ്വർഗ്ഗത്തിൽ കടത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം നബിക്ക് ഇതിന്റെ സങ്കടങ്ങൾ അറിയാം, റസൂലുള്ളാഹിക്ക് ഇതിന്റെ വേദനകൾ അറിയാം. അവിടുത്തെ 58ാമത്തെ വയസ്സിലാണ് ഒരാൺ കുഞ്ഞുണ്ടാകുന്നത്. ബാക്കിയുള്ള ആൺകുഞ്ഞുങ്ങളൊക്കെ മരിച്ചുപോയി. നിങ്ങൾ അറിയണം, ലോകത്തിന് നായകത്വം നൽകാൻ കടന്നു വന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഒരു മകനെ അള്ളാഹു തിരിച്ചു വിളിക്കുമ്പോ, ഒരു കുഞ്ഞിനെ അള്ളാഹു തിരിച്ചെടുക്കുമ്പോ, ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടുമ്പോ റഹ്മാനായ റബ്ബ് ഈ പരീക്ഷണങ്ങൾ എന്തേ എനിക്ക് മാത്രം നൽകിയത്? എനിക്ക് മാത്രം അള്ളാഹു ഒരു കുഞ്ഞിനെ തന്നില്ലല്ലോ, എന്റെ കുഞ്ഞിന് മാത്രം അള്ളാഹു ഇങ്ങനെ ഒരു ഗതി കൊടുത്തല്ലോ എന്ന് നമ്മൾ പരിഭവിക്കുമ്പോ, നമ്മുടെ കരളിന്റെ കഷ്ണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോ 7 മക്കളിൽ 6 ആളുകളും വിട പറഞ്ഞിരുന്നു. ഈ ലോകത്തിന്റെ മുഴുവൻ സങ്കടങ്ങളും ഏറ്റെടുക്കാൻ ആവശ്യമായ മാനസിക ശക്തി അല്ലാഹു തആല അത്തരം ഭൗതികമായ സംഭവങ്ങളിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിരുന്നു. അങ്ങനെ 58ാമത്തെ വയസ്സിൽ അവിടുത്തേക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് ഇബ്രാഹിം എന്ന് പേരിട്ടു. എപ്പോഴും നബി ഇങ്ങനെ കാണാൻ വേണ്ടി ചൊല്ലും. ആയിഷ ബീവിയോടുകൂടെ റസൂലുള്ള കാണാൻ വേണ്ടി ചൊല്ലും. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കും, ആയിഷ എങ്ങനെയുണ്ട് ഇബ്രാഹിമിന്റെ കണ്ണുകൾ? എന്റെ കണ്ണുകൾ പോലെയുണ്ടല്ലേ? ഇബ്രാഹിമിന്റെ ചുണ്ടുകൾ എന്റെ ചുണ്ടുകൾ പോലെ ഉണ്ടല്ലേ? ഇബ്രാഹിമിന്റെ സ്വഭാവം എന്റെ സ്വഭാവം പോലെ ഉണ്ടല്ലേ? പക്ഷേ നബിയുടെ സന്തോഷം നീണ്ടു നിന്നില്ല. തന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ തനിക്കൊരാനന്ദമാകുമെന്ന് കരുതിയ അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്തോഷം കൂടുതൽ നീണ്ടു നിന്നില്ല. ഇബ്രാഹിം രോഗിയായ ഇബ്രാഹിം ചക്രശ്വാസം വലിക്കുകയാണ്. റസൂലുള്ള തളർന്നുപോയി, കൈകാലുകൾ കുഴഞ്ഞ് 2 ആളുകളുടെ തോളിൽ പിടിച്ചുകൊണ്ടാണ് ഇബ്രാഹിമിനെ കാണാൻ അല്ലാഹുവിന്റെ റസൂല് കടന്നു ചെല്ലുന്നത്. റസൂലുള്ളാഹി തങ്ങൾ കരയുകയാണ്. ഇബ്രാഹിമിനെ തന്റെ കയ്യിലേക്ക് കിട്ടി. മോനെ ഇബ്രാഹിമേ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാ, പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനത്തിന്റെയും നിന്റെയും ഇടയിൽ വിധി കൽപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല. വഇന്നാ ബിമൗതിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, നിന്റെ മരണം കാരണം ഞങ്ങൾ ദുഃഖിതരാണെന്ന് മുഹമ്മദ് മുസ്തഫ. മക്കൾ മരിച്ചുപോയവരുണ്ടെങ്കിൽ, പേരക്കിടാങ്ങൾ മരിച്ചുപോയവരുണ്ടെങ്കിൽ, ഈ പരീക്ഷണം ജീവിതത്തിൽ എവിടെയെങ്കിലും നേരിട്ടവരുണ്ടെങ്കിൽ അവരാഗ്രഹിച്ചോളൂ. റസൂലുള്ള പറയുകയാണ്, എന്റെ മകനായ ഇബ്രാഹിമിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗത്തിൽ ഒരു മുലയൂട്ടുന്ന ഒരു പെണ്ണ് നൽകുന്നതാണ്. ഈ മുഅ്മിനീങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അവരുടെ കൈകൾ പിടിക്കുന്നതാണ്, അവരുടെ വസ്ത്രങ്ങൾ പിടിക്കുന്നതാണ്, അവരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ അല്ലാഹു തആല പ്രവാചകനായ ഇബ്രാഹിം നബിയെയും തന്റെ ഭാര്യയായ സാറാ റളിയല്ലാഹു അൻഹയെയും നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയും. ഈ ഉമ്മത്താണ് സ്വർഗ്ഗത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. റസൂലുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉരിദത് അലയ്യൽ ഉമം, എല്ലാ സമുദായങ്ങളും എന്റെ മുമ്പിൽ ഇങ്ങനെ വെളിപ്പെടുത്തപ്പെട്ടു. അങ്ങനെ നോക്കി മുൻഗാമികളായ പ്രവാചകന്മാർ. فأخذ النبي يمر معه الأمة والنبي يمر معه النفر والنبي يمر معه العشرة. ചില ആളുകളുടെ കൂടെ 10 ആളുകൾ, ചില ആളുകളുടെ കൂടെ 100 ആളുകൾ, ചില ആളുകളുടെ കൂടെ ഒരു സംഘം, ചില ആളുകളുടെ കൂടെ ആരുമില്ല. 5, 8, 10. അങ്ങനെ നോക്കി. അങ്ങനെ നോക്കി, എന്റെ സമുദായം എവിടെ? ഫഇദാ സവാദുൻ കസീർ. ഞാനിങ്ങനെ നോക്കുമ്പോഴുണ്ട് വലിയ കറുത്ത ഒരു ഭാഗം. നോക്കുമ്പോഴാരാ? റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, ഇത് അങ്ങയുടെ ഉമ്മത്താണ്. ചക്രവാള സീമകളിലേക്ക് നീണ്ടു നിവർന്നു കിടക്കുന്ന വലിയ ഒരു സമുദായമാണ് എന്റെ സമുദായമെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതിൽ 70,000 ആളുകൾക്ക് അല്ലാഹു തആല വിചാരണയില്ലാതെ സ്വർഗ്ഗം നൽകുമെന്നും നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിൽ അല്ലാഹു ചില നേതാക്കന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതൊക്കെ റസൂലുള്ള പറഞ്ഞ വർത്തമാനങ്ങളാണ്.
അബൂബക്കറുൻ വ ഉമർ, അബൂബക്കറിൻ വ ഉമർ സയ്യിദാ കുഹൂലി അഹ്ലിൽ ജന്ന. അല്ലാഹു അവരുടെ പിന്നിൽ നിൽക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ള പറഞ്ഞു, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ കവാടങ്ങളിൽ ഓരോ വാതിലുകളിലൂടെയും അല്ലാഹു ഇങ്ങനെ ഓരോരുത്തരെ മാടി വിളിക്കും. സ്വർഗ്ഗത്തിൽ നിസ്കാരത്തിന്റെ കവാടമുണ്ട്, സക്കാത്തിന്റെ കവാടമുണ്ട്. നോമ്പ് നോറ്റ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തവർക്ക് സർവശക്തനായ അല്ലാഹു തആല റയ്യാൻ എന്ന കവാടം നൽകുന്നതാണ്. അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇതെല്ലാം കൂടെ ചെയ്ത ഒരാൾക്കോ? അവിടുന്ന് മറുപടി പറഞ്ഞു, അബൂബക്കർ, അങ്ങനെയുള്ള ഒരാളെ 8 കവാടത്തിലൂടെയും അല്ലാഹുവിന്റെ മാലാഖമാർ മാടി വിളിക്കുന്നതാണ്. വ അൻത മിൻഹും യാ അബൂബക്കർ. അബൂബക്കറേ, നിങ്ങളാ 8ൽ ഒരാളാ. 8 വിഭാഗം 8 വാതിലൂടെയും മാടി വിളിക്കുന്ന ആളാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അമ്മമാരെ, മാതൃകാ വനിതകളുണ്ടല്ലോ, അവർ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാക്കന്മാരാണ്. അർബഅത്തുൻ സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗത്തിലെ യുവതികളുടെ നേതാക്കൾ, സ്ത്രീകളുടെ നേതാക്കൾ 4 എണ്ണമാകുന്നു. ആരാണത്? ഒന്ന് ആസിയ ബിന്തു മുസാഹിം, മറിയം ഇബ്നത്തു ഇമ്രാൻ, ഖദീജ ബിന്തു ഖുവൈലിദ്, ഫാത്തിമ ബിന്തു മുഹമ്മദ് റളിയല്ലാഹു അൻഹാ. അല്ലേ, അല്ലാഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. മിനിങ്ങളെ, ഭർത്താവിനോടൊപ്പം നിൽക്കാൻ അല്ലാഹു തആല സദ്വൃത്തയായ ഭാര്യക്ക് അവസരം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. നല്ല മക്കൾക്ക് അല്ലാഹു അവസരം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീകളാണല്ലോ സ്വർഗത്തിൽ ഹുറുലിങ്ങളാണല്ലോ, സ്ത്രീകൾക്ക് അങ്ങനെ പുരുഷന്മാരായ ആളുകളില്ലല്ലോ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അവർക്ക് നൽകുന്ന ഒരു അനുഭൂതിയാണ് ഇങ്ങനെയുള്ള ഭർത്താവിനോടുകൂടെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുക എന്നത്. റഹ്മാനായ റബ്ബ് ഇനി സ്ത്രീകൾ അവിടെ വെച്ച് എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് എന്തെല്ലാം ലഭ്യമാകും? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. അത് നമ്മൾ നോക്കുമ്പോ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ, ദുനിയാവൊന്നുമല്ല, ഐഹിക ലോകം ഒന്നുമല്ല, ഇവിടുത്തെ ആനന്ദങ്ങളും ആഹ്ലാദങ്ങളും ഒന്നുമല്ല. ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. ദുനിയാവിലെ സുഖം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്, വളരെ ചെറുതാണ്, അല്ലേ? വൽ ആഖിറതു ഖൈറുൽ ലിമനിത്തഖാ. പരലോകത്തെ ആ സുഖമാണ്, ആ ആനന്ദമാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദുനിയാവിലെ എല്ലാ മ്ലേച്ഛതകൾക്കും വിരുദ്ധമായിരിക്കും അവിടെ മദ്യം ഉണ്ടാവും. അങ്ങനെയാണ്. പക്ഷെ ആ മദ്യം കഴിച്ചാൽ തലവേദന ഉണ്ടാവില്ല, ആ മദ്യത്തിന് മത്തുണ്ടാവുകയില്ല. ഇവിടുന്ന് അങ്ങനെ ഒരാനന്ദം ലഭ്യമാകുന്നതിൽ നിന്ന് ആരാണോ അകന്നു നിന്നിട്ടുള്ളത് അവർക്ക് അല്ലാഹു തമ്പുരാൻ സ്വർഗത്തിലെ മദ്യത്തിന്റെ നദികൾ അല്ലാഹു ഒഴുക്കി കൊടുക്കുമെന്നുള്ളതാണ്. ലാ ലഗ്വു ഫീഹാ വലാ തഅ്സീം. അവിടെ ഒരു അനാവശ്യമോ കുറ്റപ്പെടുത്തലോ ഇല്ല. അതിൽ നിന്നൊന്നും കൂടെ മനസ്സിലാക്കണം, ഇവിടെ നിന്ന് അനാവശ്യം ഒഴിവാക്കിയാലേ, ഇവിടെ നിന്ന് കുറ്റപ്പെടുത്തൽ ഒഴിവാക്കിയാലേ കുറ്റപ്പെടുത്തലില്ലാത്ത സ്വർഗം കിട്ടുകയുള്ളൂ. അവിടെ അനാവശ്യമില്ല. അപ്പൊ അവിടെ നിന്ന് കിടന്നാൽ പിന്നെ അനാവശ്യമില്ല എന്ന് ഉറപ്പാണ് എങ്കിൽ ഇവിടുന്ന് അത് ഒഴിവാക്കിയവർക്കല്ലേ അവിടുന്ന് അത് കിട്ടുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ വർണ്ണനകൾ അല്ലാഹു തമ്പുരാൻ എത്ര മനോഹരമായാണ്, എത്ര ഹൃദ്യമായാണ്, എത്ര കാവ്യാത്മകമായാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിന്റെ കാവ്യാത്മകമായ മനോഹരമായ ശൈലിയാണത്, സാഹിത്യ സമ്പുഷ്ടമായ ശൈലിയാണത്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ. കർപ്പൂരം ചേർത്ത വെള്ളം അവർ കുടിക്കുന്നതാണ്.
ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹ് യുഫജ്ജിറൂനഹാ തഫ്ജീറ. നദികളെയൊക്കെ അവരിങ്ങനെ ഒഴുക്കുന്നതാണ്. ഇവർക്ക് ഇത് കിട്ടി. യുഫൂന ബിന്നദർ, അല്ലാഹു എന്ത് നിർബന്ധമായി കൽപ്പിച്ചോ അതവർ നിറവേറ്റുന്നവരാണ്. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, അവർ പരലോകത്തെ ശിക്ഷയെ അല്ലാഹുവിന് വേണ്ടി പേടിക്കുന്നവരാണ്. എത്ര ഹൃദയം. വയുസ്ഖൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സൻജബീല, അല്ലേ, ഇഞ്ചി നീർ ചേർത്ത മനോഹരമായ പാനീയം അവർ കുടിപ്പിക്കപ്പെടുന്നതാണ്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, സ്വർഗ്ഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അവരുടെ മുമ്പിൽ പരിചാരകരായി ആ സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടാകും. ചിന്തിക്കുക, ഇതൊന്നും നമ്മൾ എത്ര ആലോചിച്ചാലും കാര്യമില്ല. കാരണം ഇതൊക്കെ നമ്മുടെ അറിവിനനുസൃതമായ രീതിയിൽ അല്ലാഹു തആല വർണ്ണിച്ചത് മാത്രമാണ്. ഇതിനപ്പുറമാണ് സ്വർഗമുള്ളത്, ഇതിനപ്പുറമാണ് ആനന്ദമുള്ളത്. ഒരു ഹദീസ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദഖല അഹ്ലുൽ ജന്നതി അൽ ജന്ന, സ്വർഗ്ഗക്കാര് സ്വർഗ്ഗത്തിൽ കടന്നു കഴിഞ്ഞാൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവർക്ക് കിട്ടേണ്ടത് മുഴുവൻ കിട്ടും. സ്വർഗത്തിലുള്ള പഴങ്ങളും ഫലങ്ങളും ആനന്ദങ്ങളും എല്ലാം സ്വർഗത്തിൽ അവർക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ സ്വർഗക്കാരുടെ മുഖത്ത് കാണാം എന്തോ ഒരു ദുഃഖം, എന്തോ ഒരു സങ്കടം. അല്ലാഹു ചോദിക്കും, സ്വർഗക്കാരെ, നിങ്ങൾക്ക് എന്താണ് ഒരു സങ്കടമുള്ളത്? നിങ്ങൾക്ക് എന്താണ് ഒരു ദുഃഖമുള്ളത്? നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ആ സ്വർഗക്കാര് പറയും, നീ ഞങ്ങളോടൊരു വാഗ്ദാനം ചെയ്തിരുന്നല്ലോ, ആ വാഗ്ദാനത്തിന്റെ സമയമാണിത്. എന്താണ് അല്ലാഹുവിന്റെ വാഗ്ദാനം? പടച്ചോന്റെ വാഗ്ദാനം എന്താ? നമ്മൾ ഇത്രയും കാലം അമേയമായ ഒരു ശക്തിയെ ആരാധിച്ചല്ലോ, അദൃശ്യ ശക്തിയെ ആരാധിച്ചല്ലോ. നമ്മൾ അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നമുക്കാർക്കും അല്ലാഹു തമ്പുരാന്റെ അങ്ങനെയുള്ള അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു അല്ലാഹുവിനെ കാണിച്ചു തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ആ സുഖത്തെക്കാൾ അപ്പുറം മറ്റൊരു സുഖമില്ലല്ലോ. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹുവിലേക്ക് നോക്കിയിട്ട് മുഖം പ്രകാശിക്കുന്ന ആളുകളുണ്ടല്ലോ. തമ്പുരാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് പറയുകയാണ്, അവിടെ വെച്ച് അല്ലാഹുവിനോട് പറയാണ്, പടച്ചോനെ, ഞങ്ങൾക്കത് തരണേ അല്ലാ, ഞങ്ങൾക്കത് കിട്ടണേ. അപ്പൊ അല്ലാഹു മലക്കുകളോട് പറയും, മലക്കുകളെ, എന്നെ അവർക്ക് കണ്ടേ മതിയാകൂ, അതുകൊണ്ട് അവരുടെ മുമ്പിൽ ആ വിരിപ്പൊന്ന് മാറ്റിക്കൊടുക്കൂ. അല്ലാഹുവിനോട് മലക്കുകൾ ചോദിക്കും, അല്ലാ, അവരെങ്ങനെ നിന്നെ കാണാനാ? കാരണം അവര് ദുനിയാവിൽ പാപം ചെയ്തിരുന്നല്ലോ. പടച്ചവൻ പറയുമെന്നാണ് നബി പറയുന്നത്. അല്ലാഹു പറയും, മലക്കുകളെ, എന്നെ അവർക്ക് കണ്ടേ മതിയാവൂ. കാരണം ഫഇന്നഹും കാനൂ ലാകിരീന ബാകീന ഫിദ്ദുനിയാ ത്വമഅൻ ഫീ ലിഖാഇ, എന്നെ കണ്ടുമുട്ടാൻ അവർ ആഗ്രഹിച്ചവരായിരുന്നു. അതിരാത്രികൾ എഴുന്നേറ്റ് നിസ്കരിച്ചവരായിരുന്നു, നോമ്പ് നോറ്റവരായിരുന്നു, എന്നെ ഓർത്തവർ കരയുന്നവരായിരുന്നു. പടച്ചോനെ, ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ, അതുകൊണ്ട് എന്നെ കണ്ടേ മതിയാവൂ. അല്ലാഹു വിരിപ്പങ്ങ് മാറ്റിക്കൊടുക്കുമ്പോ എല്ലാവരും അല്ലാഹുവിനെ കാണും. അല്ലാഹുവിനെ കണ്ടാൽ ഫഹും യഖിറൂന സുജ്ജദൻ ലില്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിൽ അവരൊക്കെ സുജൂദിലായി വീഴുന്നതാണ്. അല്ലാഹ് പറയും, സ്വർഗ്ഗക്കാരെ, എഴുന്നേൽക്കൂ, ഇത് സുജൂദിന്റെ വീടല്ലല്ലോ, ഇത് സുജൂദിന്റെ വീടല്ലല്ലോ, ഇത് നിങ്ങളുടെ ആദരവിന്റെ വീടല്ലേ, ഇത് ആനന്ദത്തിന്റെ വീടല്ലേ, നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അങ്ങനെ എല്ലാവരും എഴുന്നേൽക്കും. അല്ലാഹു അവരെ ഇങ്ങനെ കാണും. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു ചോദിക്കുകയാണ്, അവന്റെ സമ്മാനം അവൻ നൽകുകയാണ്, യാ ഇബാദീ, എന്റെ അടിമകളെ, എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ഫഖദ് റളീതു അൻകും, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായിട്ടുണ്ട്. ഫഹൽ റളീതും അന്നി, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ? ഇത് ചോദിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാണോ നമ്മൾ? അല്ലാഹ് ചോദിക്കുമെന്നാ പറഞ്ഞിട്ടുള്ളത്. പടച്ചോൻ നമുക്ക് ഈമാൻ പ്രദാനം ചെയ്യട്ടെ.
അല്ല ചോദിക്കും, എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടമായി, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ? അല്ലാഹുവോട് അവർ പറയും, റബ്ബേ വകൈഫ യാ റബ്ബനാ ലാ നർലാ, എങ്ങനെ അല്ലാഹുവേ ഞങ്ങൾ നിന്നെ തൃപ്തിപ്പെടാതിരിക്കും? കാരണം ഫഖദ് അഅതൈതനാ മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമീഅത്, ഒരു ചെവിയും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഇന്ന് വരെ ഉദിച്ചിട്ടില്ലാത്ത അത്രയും വലിയ അനുഭൂതികൾ ഞങ്ങൾക്ക് നീ നൽകിയല്ലോ അല്ലാഹ് എന്ന് സ്വർഗ്ഗക്കാർ അല്ലാഹുവിനോട് മറുപടി പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മൾ പറഞ്ഞത് സ്വീകരിക്കുമാറാവട്ടെ, നമ്മൾ കേട്ടത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ.